വയനാട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗി മരിച്ചെന്നാരോപിച്ച് ബന്ധുവിന്റെ പ്രതിഷേധം. കൊയിലേരി മടത്തുംപടി ബിജു വർഗീസിന്റെ ഭാര്യ സഹോദരനാണ് മെഡിക്കൽ കോളേജിന്റെ ബോർഡിൽ ചുവന്ന മഷിയൊഴിച്ച് പ്രതിഷേധിച്ചത്. ഇയാളെ മാനന്തവാടി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഈ മാസം 1-ാം തീയതിയാണ് കൊയിലേരി സ്വദേശി മടത്തുംപടി ബിജു വർഗീസ് തലച്ചോറിൽ രക്തം കട്ടപിടിച്ചതിനെ തുടർന്ന് മരിച്ചത്. ആന്തരിക രക്തസ്രാവമുണ്ടായി മൂക്കിലൂടെയും വായിലൂടെയും രക്തം വന്ന നിലയിൽ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. എന്നാൽ അസുഖത്തിന്റെ കാരണം കണ്ടെത്താനോ ചികിത്സ ലഭ്യമാക്കാനോ ഡ്യൂട്ടി ഡോക്ടർ ശ്രമിച്ചില്ലെന്നാണ് ആരോപണം. പരിശോധനകളൊന്നും നടത്താതെ അന്നനാളത്തിലുണ്ടായ മുറിവ് കാരണമാകാം രക്തം വന്നത് എന്ന് പറഞ്ഞ് ചികിത്സ വൈകിപ്പിച്ചെന്നും കുടുംബം ആരോപിച്ചു. അതേസമയം മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും അടക്കം പരാതി നൽകിയിട്ടും ഫലമില്ലാതായതോടെയാണ് ഷോബിൻ ജോണി വേറിട്ട പ്രതിഷേധവുമായി എത്തിയത്. മെഡിക്കൽ കോളേജ് എന്ന ബോർഡ് ആശുപത്രിക്ക് ആവശ്യമില്ലെന്നാണ് കുടുംബത്തിന്റെ വാദം. മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും DMOയ്ക്കും ഹോസ്പിറ്റലിലും പിന്നെ പോലീസ് സ്റ്റേഷനിലും അങ്ങനെ വിവിധ വകുപ്പുകളിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും കറക്റ്റായിട്ടൊരു മറുപടി നമുക്ക് കിട്ടിയിട്ടില്ല. ഹോസ്പിറ്റലിൻ്റെ അനാസ്ഥ തന്നെയാണ് ഞങ്ങളുടെ ചേട്ടായി മരിക്കാനായിട്ട് പ്രധാന കാരണം. അവർ ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നെങ്കിൽ, അവരവിടുന്ന് ഒരു ചെറിയ രീതിയിലുള്ളൊരു ഒരു ചികിത്സയെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ഇന്നും ഞങ്ങളുടെ ചേട്ടായി ജീവിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അതിനെതിരെ ഒന്ന് പ്രതികരിക്കാൻ പോലും, അതിനെതിരെ ഒന്ന് അന്വേഷിക്കാൻ പോലും കൂട്ടാക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്യേണ്ടതായി വന്നത്. മാനന്തവാടി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ അടുത്തിടെ ശക്തമായിരുന്നു. കഴിഞ്ഞ മാസം കാട്ടാനയാക്രമണത്തിൽ മരിച്ച പാക്കം സ്വദേശി പോളിന്റെ കുടുംബവും കടുവയുടെ ആക്രമണത്തിൽ മരിച്ച പുതുശ്ശേരിക്കടവ് തോമസിന്റെ കുടുംബവും മെഡിക്കൽ കോളേജിനെതിരെ ഇതേ ആരോപണം ഉന്നയിച്ചിരുന്നു. കേരള വിഷൻ ന്യൂസ്, വയനാട്. കോഴിക്കോട് പേരാമ്പ്രയിലെ അനുവിന്റെ കൊലപാതകത്തിൽ പ്രതിപിടിയിൽ. സ്ഥിരം കുറ്റവാളിയായ കൊണ്ടോട്ടി സ്വദേശി